അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഫാത്തിമ സീമ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒരു റിസോർട്ടിലാണ് ഉള്ളത്, അതും പകലകം റിസോർട്ടിൽ കേട്ടോ. എന്തായാലും സ്ഥലപ്പേര് മറന്നുപോയി, പെരിന്തൽമണ്ണ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മൾ ആരൊക്കെ ഇവിടെ കണ്ടിനൊന്നും, പിന്നെ ഏതൊക്കെ യൂട്യൂബേഴ്സാണ് ഇവിടെ ഉണ്ടായിനെയൊന്നും, ഓലയൊക്കെ ഒന്ന് എന്താ പറയുക, നമ്മളെ ചാനൽ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാരെ നമ്മൾ പോണ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ ഭംഗിയും ഒരുപാട് വിശാലമായ സ്ഥലവും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ എന്താ പറയുക വീടുകളായിട്ടാണ് ഉള്ളത്. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു വീട് മതി കേട്ടോ താമസിക്കാനൊക്കെ. നല്ല എന്താ പറയുക വലിയൊരു ബെഡ്റൂം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മളെ റംനയാണ് കേട്ടോ. അപ്പോൾ റംന, നിങ്ങളൊക്കെ റംനൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാരായിരിക്കും, കാണാത്ത ആൾക്കാരുണ്ടാവും. അറിയപ്പെടുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഓരോ യൂട്യൂബേഴ്സും വീഡിയോസ് എടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വീഡിയോസ് എടുത്ത് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താ പറയുക, ഓരോരുത്തർക്കും ഓരോ കണ്ടൻറ്റുകൾ വേണമല്ലോ, വീഡിയോ ദിവസം ഇടുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ഇതിവിടെ കണ്ട നല്ല എന്താ പറയുക നല്ലൊരു മനോഹരമായൊരു കാഴ്ച എന്ന് തന്നെ പറയാം കേട്ടോ. ഈ ഒരു പശുവിൻ്റെ നല്ലൊരു പശു, ഒരു പശുക്കിടാവും പാല് കുടിക്കുന്ന ഒരു എന്താ പറയുക അതാണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് നമ്മൾ ഇറങ്ങി വന്ന് കാണുന്ന തന്നെ ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു പുൽത്തകിടിൽ പുല്ല് മേയുന്ന പശുക്കിടാവും. പിന്നെ അതുപോലെ അവരൊക്കെ ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുകയിലാണ്. എന്താ പറയുക, മുനീർ ചോറ്റൂരുണ്ട്, പിന്നെ അതുപോലെ പാത്തൂസ് വ്ളോഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കാക്കുപ്പ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കേരളത്തിൻ്റെ തനതായ കലാരൂപം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുണ്ടാ പറയണേ, കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കുറേ എന്താ പറയുക ചിത്രരചനകളും നമ്മളെ അതുകൊണ്ട് അവിടെ ഇരുന്ന് ആടാൻ പറ്റിയ ഒരു നല്ലൊരു തറവാട്ടിലൊക്കെ ഉണ്ടാകുന്നിട്ടാൽ ഒരു ഊഞ്ഞാൽ അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ ഒരുപാട് ആൾക്ക് മേലത്തെ ഭാഗം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്ക് ഒന്നിച്ചൊരു പരിപാടിയൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ് മേലെ ഭാഗത്തുള്ളത്. പിന്നെ നല്ല നമ്മളെ എന്താ പറയുക എല്ലാം പച്ചപ്പ് നിറച്ചുകൊണ്ടുള്ള ചിത്രരചനകളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആടേണ്ടവർക്ക് ഇവിടെ ഇരുന്ന് ആടാം, കഥ പറയേണ്ടവർക്ക് കഥ പറയാം, പിന്നെ അതുപോലെ ഈ ഇതൊക്കെ ഇങ്ങനെ കാണേണ്ടവർക്ക് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ പാത്തൂസും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ മറ്റേത് കുട്ടിക്കുറുമ്പൻ എന്ന് പറഞ്ഞ ചാനലുകാരാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 30 ചാനലുകാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ലൊരു പ്രതിമയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ പാത്തൂസിൻ്റെ മോനാണ് കേട്ടോ ഇത്. പിന്നെ നല്ല രസമല്ലേ, നമ്മളൊരു വലിയൊരു മരത്തിൻ്റെ ചോട്ടിലൊരു മാനുകൾ, പിന്നെ അതുപോലെ ഇവിടെ മ്യൂസിക്കിൻ്റെ സംഭവങ്ങളുണ്ട്, പിന്നെ അതുപോലെ വേറെ എക്സസൈസ് അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും. ഇതിൻ്റെ മേലെ ഞാൻ പറഞ്ഞേ വലിയ ഹാളാണ് വരുന്നത് എന്നുള്ളത്. ഞങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യം ഇതാണ് കേട്ടോ ഹാള്. വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് നമുക്ക് ഞങ്ങൾ താമസിച്ച വില്ലകളാണ് കേട്ടോ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് കാണുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഞാൻ ഓരോ വീഡിയോസ് എടുത്തു നോക്കി അന്ന സ്ഥലത്ത് പോയ അന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സെനയാണ് കേട്ടോ നമ്മളെ ഈ പരിപാടിൻ്റെ എന്താ പറയുക ഐഷാബി, ഇവരൊക്കെ വ്ളോഗേഴ്സാണ്. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് എന്താ പറയുക, ഒരാൾ ഐഷാബി ഫുഡിൻ്റെ നേതൃത്വം കൊടുത്താണ്, സെന ആണെങ്കിൽ ഇതിൻ്റെ മറ്റ് പല കാര്യങ്ങളും നേതൃത്വം കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ വരുന്നത് നമ്മൾ എന്താ പറയുക അപ്പുറത്തെ ഭാഗത്ത് കിണറാണ് കേട്ടോ. ഇവിടുത്തെ കിണറാണ് വരുന്നത്, ഒരു ഉരുളി പോലെയൊക്കെ സംഭവം ചെയ്ത് വെച്ചത്. നല്ല അത്യാവശ്യം ആയുള്ളൊരു കിണർ തന്നെ. അപ്പോൾ എൻ്റെ ഏരിയത്താണല്ലോ.
അപ്പോൾ ആ കിണർ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്, കണ്ടില്ലേ. സൈഡിലൊക്കെ കോൺക്രീറ്റ് കൊടുത്ത് നടുവിൽ മാത്രം ഒഴിവ് വെച്ച് വെള്ളപ്പയുടെയും കോരൂലല്ലോ, മോട്ടർ കൊണ്ട് അടിച്ചെടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ആ ഒരു ഇതിലാണ് അത് കൊടുത്തത്. പിന്നെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ഓരോരുത്തർ, അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകൾ ഇവിടുത്തെ എന്താ പറയുക, ഈ പുല്ലൊക്കെ ഇത് റെഡിയാക്കി ഇത്രയും വൃത്തിയിലും ഭംഗിയിലും കൊണ്ടെടുക്കണമെങ്കിൽ ചില്ലറ പാടൊന്നുമല്ലല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോ പണിയില്ല. അപ്പം നോക്കുമ്പോൾ നമ്മളെ ബാവ കുളിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസിൽ ആൾക്കാരെ കുടുകൂടാ ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വിറ്റുകളാണ് കേട്ടോ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടുമ്പോൾ ഇങ്ങനെ ചിരിക്കുക, അങ്ങനെ എന്താ പറയുക, ഒരുപാട് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിവുള്ള നല്ലൊരു കലാകാരനാണ് കേട്ടോ നമ്മളെ ബാവ. നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ കുഞ്ഞാപ്പൂൻ്റെയും പിന്നെ അതുപോലെ കോയക്കാൻ്റെയും ഒക്കെ ഒപ്പരം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അബി അച്ചൂരാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ളതും ബ്ലോഗേഴ്സാണ്, അപ്പുറത്തുള്ളതും ബ്ലോഗേഴ്സാണ്. അബി അച്ചൂരാണ് ഇത്. അതുകൊണ്ട് നമ്മളെ എന്താ പറയുക, ഷാക്കിറ അബ്ദുൽ ഖാദറാണ്, യൂട്യൂബറാണ്. ഇവരെയും വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ വീഡിയോസാണ് ആരും കാണാത്തത്. നമ്മൾ ചെടീൻ്റെ ആ കണ്ടൻറ്റാണ്, നമ്മളെ കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ചെടികളെ കണ്ടൻറ്റാണല്ലോ, അപ്പോൾ അധികം ആരും കാണൂല. അപ്പോൾ നമുക്ക് മാറണം എന്നൊരാഗ്രഹമുണ്ട് ഫുഡിലേക്ക്. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് മാറും കേട്ടോ. നമ്മൾ ചെടികളും കാണിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളോരോ കാര്യങ്ങളിങ്ങനെ യൂട്യൂബിനെ പറ്റിയിട്ടും അല്ലാണ്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷാക്കിനോട് പറയുകയാണ്, ഞാനിങ്ങനെ ഫുഡിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴും പറഞ്ഞ് നിങ്ങൾ ഫുഡിലേക്ക് മാറുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കാണെങ്കിലും കുറേ കളിക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നമ്മളെ എന്താ പറയുക ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇങ്ങനെ കുട്ടികൾക്കുള്ളതൊന്നും ഞാൻ കണ്ടില്ല. നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ആകുമ്പോൾ എന്താ പറയുക, വന്നാൽ നല്ല സുഖം തന്നെയാണ് കേട്ടോ. മക്കളെ കൊണ്ട് നമ്മൾ ഇടങ്ങേറാണ്ട ആവശ്യമില്ല. ഇത് ഫിറോസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഫിറോസും ഭാര്യയും മോനുമാണ്. ഇവർ നമ്മളെ കോഴിക്കോട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷമുണ്ട്. നമ്മളെ നാട്ടുകാർ തന്നെയാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഫിറോസിൻ്റെ വൈഫ് നമ്മളെ നരുക്കുനി ഭാഗം തന്നെയാണ് വരുന്നത്. ഇവർ താമസിക്കുന്നത് കുറ്റിക്കാട്ടൂരാണ്. അപ്പോൾ അവരൊന്നും പരിചയപ്പെട്ടാണ് കേട്ടോ നമ്മൾ. ഇവര് നല്ലൊരു പാട്ടുകാരാണ് കേട്ടോ ഫിറോസ്. അങ്ങനെ ഇവരുടെ അടുത്ത് നമ്മൾ അടുത്ത ആളെടുത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇത് മുനീറാണ്, മുനീർ ചോറ്റൂരാണ്, നമ്മളെ ഷിഹാബ് ചോറ്റൂരിൻ്റെ അടുത്ത ബന്ധക്കാരനാണ് കേട്ടോ. പിന്നെ ഈ മോളും ഒരു വ്ളോഗർ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഏതാണ്ട് അതുകൊണ്ടോ ഇരുട്ടിട്ടോ, രാത്രിയായി തുടങ്ങി. അപ്പോൾ രാത്രിയത്തെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ രാത്രിയായപ്പോൾ പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു വെളിച്ചത്തിൽ ഈ ഒരു ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഒരുപാട് ഭംഗിയാണ്. ഇതിന് മേലെ കയറിയിരുന്ന് നമുക്ക് ചുറ്റുഭാഗവും കാണാനും. അപ്പോൾ എല്ലാത്തിനും എല്ലാ സെറ്റപ്പോടും കൂടിയ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങളെ പരിപാടികളൊക്കെ തുടങ്ങാനായി. ഞങ്ങൾക്കൊക്കെ തരാനുള്ള മൊമെൻറ്റോകളൊക്കെയാണ് ഇത്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ കുറച്ച് കലാപരിപാടികളുണ്ട്. സുന്ദരിക്ക് പുട്ട് തൊടൽ, പിന്നെ അതുപോലെ കസേരക്കളി, അങ്ങനെ വന്നിട്ട് മക്കളതും വലിയവരതും പിന്നെ പെണ്ണുങ്ങളതും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളെ ഫോണിൽ ചാർജൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല പരിപാടി തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു പരിപാടി തന്നെയായിരുന്നു. ഓരോ ഭാഗത്തുള്ള ആൾക്കാരാണ് വന്ന് ഉള്ളതെങ്കിലും പക്ഷേ ഒരു കുടുംബം പോലെ. പിന്നെ നമ്മളെ ഫുഡ് കേട്ടോ, ഈ അറേബ്യൻ മജ്ലിസിലെ ഫുഡാണ് കേട്ടോ. അടിപൊളി ഫുഡാണ്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് കേട്ടോ പറയുന്നത്. മോനോട് ചോദിച്ചപ്പോൾ മോനും നല്ല സൂപ്പറാണ് മന്തി എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഓരോരുത്തരും ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. അതിൽ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ചേർന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളെ ആഷിയുണ്ട്, അബി അച്ചൂരുണ്ട്, അപ്പോൾ മുനീർ ചോറ്റൂരുണ്ട്, പിന്നെ അതുപോലെ കാക്കുപ്പുണ്ട്, പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. എന്താ പറയുക, പെണ്ണുങ്ങളാണെങ്കിലും ഓരോ വ്ളോഗേഴ്സാണ്. അപ്പോൾ
ഇതൊക്കെയാണ്. പിന്നെ അടുത്തത് എൻ്റെ മൊമെൻറ്റോ തരികയാണ് കേട്ടോ. പാത്തൂസ് വ്ളോഗിലെ പാത്തു ആണ് നമുക്ക് മൊമെൻറ്റോ തരുന്നത്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഈ എന്താ പറയുക, എത്ര ചെറുതാണെങ്കിലും നമുക്കൊരു അംഗീകാരം കിട്ടുകയെന്ന് വെച്ചാൽ അത് ഇത്രയും ഈ പ്രായത്തിൻ്റെ ഇടയ്ക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഒരു വലിയ ഭാഗ്യം തന്നെ. പിന്നെ ഇതിൻ്റെ മോൾ എത്രയോ കഷ്ടപ്പെട്ട് മയിലിൻ്റെ വയ്യൊക്കെ ഓടിയെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനിയും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിപ്പോൾ നമ്മളെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. രാവിലത്തെ ഒരു ഫുഡാണ് ബാവാക്കുണ്ട്. അതുപോണം ഹിബ ബ്ലോഗ്, പിന്നെ അതുപോണം എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടിയും പിന്നെ ഇതൊരു വ്ളോഗറാണ് കേട്ടോ. എൻ്റെ ഇടവും വലവും ഒക്കെ ഇരിക്കുന്ന വ്ളോഗേഴ്സാണ്. പിന്നെ അഭിനയിക്കുന്നവരാണ്. ഡയറക്ടർ അബി അച്ചൂർ ഒരു ഡയറക്ടറും കൂടിയാണ് കേട്ടോ. നമ്മളെ മമ്മൂട്ടിൻ്റെയൊക്കെ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളും കൂടിയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പിരിയാൻ നേരം ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.